സ്നാക്കുകൾ. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് വരാം. പെരുവന്നാനമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത് മസാല ദോശയാണ്. അത് കൊള്ളത്തില്ലായിരുന്നു, പക്ഷേ ചായ നല്ലതായിരുന്നു. അതിൻ്റെ ബാക്ക് സൈഡിലെ വ്യൂ ആണ് ഈ കാണുന്നത്. ബാക്ക് സൈഡിൽ അത്യാവശ്യം ആ ഒരു ടൈമിൽ തന്നെ നല്ല രീതിയിൽ കോട നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ നേരെ പാഞ്ചാലിമേട്ടിലോട്ട് പോവാണ്. ഇവിടെ നല്ല തണുപ്പ് അങ്ങനെ വന്നിട്ടില്ല ഗൈസ്. പിന്നെ ഫുഡാണെങ്കിൽ അങ്ങനെ കൊള്ളത്തൊന്നും ഇല്ലായിരുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടു. സത്യം പറയാലോ, കറിയൊക്കെ ഇങ്ങനെ വളിച്ച പോലെയൊക്കെ. സോ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഇത് പോവാണ്. നമ്മൾ ഈ ട്രിപ്പ് തന്നെ ഒരു ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചതാണ്. അങ്ങനെ നേരത്തെ പ്രീ പ്ലാൻ ഈ ട്രിപ്പ് തന്നെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചതാണ്. അങ്ങനെ പ്രീ പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇത് വഴി അറിയാതെയാണോ വന്നേക്കുന്നത്? ഭൂമി ഉരുണ്ടായോണ്ട് എങ്ങോട്ട് വരും? സ്ഥലത്തോട്ടാ പോകുന്നോ? അങ്ങനെ നമ്മളിപ്പോൾ പാഞ്ചാലിമേട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇവിടെ കുറച്ച് വ്യൂ ഒക്കെ കാണാനുണ്ട്. അപ്പോൾ അകത്തോട്ട് കയറിയാലാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിന് ടിക്കറ്റൊക്കെ എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എത്ര രൂപയാണെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് കയറി നോക്കാം. കൊങ്ങിണിപ്പൂവാണ് ഇത്. നല്ല മണം. ഇത് എല്ലാവർക്കും ഇതിൻ്റെ മണം ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല, പക്ഷേ എനിക്കിതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. മണക്കുന്നു. ഇതുണ്ടോ, ഇത് ഒരു വീടാണെന്ന് തോന്നുന്നു. നമ്മുടെയൊക്കെ വീട്ടിൽ എന്തോരം നട്ട് വെച്ചാൽ ഈ സാധനം ഉണ്ടാവത്തില്ല. പക്ഷെ ഇവിടെയൊക്കെ കണ്ടോ ഭയങ്കര സൈസല്ലേ. എനിക്ക് തോന്നുന്നു ഇതൊരു വൈലറ്റ് കളറുള്ള പാഷൻ ഫ്രൂട്ടാണെന്ന് തോന്നുന്നു. ഇത് പറിക്കണമെന്നുണ്ട്, പക്ഷെ അവിടെ കുഴിയാണ്. അപ്പോൾ വീണ ആരും ഇല്ല എടുക്കാൻ. അപ്പം ഞാൻ തന്നെ എൻ്റെ സേഫ്റ്റി നോക്കേണ്ടത് കൊണ്ട് ഞാൻ കയറുന്നില്ല. ഇത് കണ്ടോ, മഞ്ഞ് നോക്കി. ഈ ട്രിപ്പ് കഴിഞ്ഞ ഉടനെ നമ്മൾ അടുത്തത് പോകുന്നത് ആലപ്പുഴയ്ക്ക്. അപ്പൊ ഇത് ഇവിടുത്തെ സ്വകാര്യ ജീപ്പാണ്. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറക്കിയോ? സഫാരി ജീപ്പാണ്. വയ്യാത്ത ആളുകളെയൊക്കെ കൊണ്ട് അല്ലെ, ആർക്ക് വേണേലും കയറാമാണ്. ആർക്ക് വേണേലും കയറാം. ഇന്ന ആളൊന്നൊന്നുമില്ല. അപ്പൊ ഇത് ഇത്രയും നേരം ഇവിടെ വന്നപ്പോൾ വലിയ മഞ്ഞും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഏകദേശം ചെറിയൊരു തണുപ്പ് വരുന്നുണ്ടല്ലേ. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? ചെടുപ്പിലിട്ട് നെല്ലിക്ക, ജാതിക്ക, ക്യാരറ്റ്, ചാമ്പയ്ക്ക, നെല്ലിക്ക എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളിത് മേടിക്കത്തില്ല, കാരണം നമ്മുടെ വീട്ടിൽ ഉപ്പിലിട നമുക്കറിയാം. ഇതാണ് അപ്പം അങ്ങോട്ട് കയറാൻ പോകുന്നത്. ഇവിടെ മൊത്തം മുളം കമ്പുകൾ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ എൻട്രൻസ് വരുന്നത് ഇവിടെ നല്ല കാറ്റുണ്ട്, പക്ഷെ മഞ്ഞില്ല, തണുപ്പുമില്ല. അപ്പം നമുക്ക് അതിലോട്ട് കയറാം. ടിക്കറ്റ് വരുന്നത് ചിൽഡ്രൻസിന് ചൈൽഡിന് എത്രയാണ്? 15 രൂപയാണ്. പിന്നെ അഡൽട്ടിന് 25 രൂപയാണ്. പിന്നെ ഇവിടെ എന്തോ ക്യാമറയ്ക്ക് 60 രൂപ എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് വ്ളോഗ് എടുക്കണ്ടായി. അപ്പം അത്യാവശ്യം തണുപ്പൊക്കെ വരുന്നുണ്ട്, മഞ്ഞ് വരുന്നുണ്ട്. ശ്വാസം മുട്ടലിന് ചെറിയൊരു പ്രശ്നമുണ്ട്, പക്ഷെ നമുക്കത് ഓക്കെ. തന്നെ ഇതുപോലെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട്. ഇതിന്റെ പേരെന്നാ? പേരൊന്നും എനിക്കറിയത്തില്ല. ഒരു സാധനം ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഈ മഞ്ഞെന്ന് പറയുന്നത് അങ്ങനെയല്ല, ഒരു കാറ്റടിക്കുമ്പോൾ കുറച്ച് മഞ്ഞ് വരും, പിന്നെ അതില്ല, പിന്നെ അപ്രതീക്ഷിതം, പിന്നെ മഞ്ഞ് വരും. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ആനയുടെ വായിൽ വരുന്ന വെള്ളം കുടിക്കാം. പൂവിനൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ എറണാകുളത്ത് ഒരു അമ്പലത്തിൽ ഇങ്ങനെ തൊഴാൻ പറ്റും. പിന്നെ അവിടെ ഈ ഒരു ചെടി നിൽപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് എനിക്ക് തോന്നുന്നു സർപ്പഗന്ധി അങ്ങനെ എന്താണ്ടാണ് ഇതിൻ്റെ പേര്.
പക്ഷെ അന്ന് എൻ്റെ ഒരു കസിൻ പറഞ്ഞു ഇതിനെ സർപ്പഗന്ധി എന്ന് പറയാൻ വേണ്ടി കാരണം കൊണ്ടുവന്നേ ഇതിൻ്റെ അകത്ത് കണ്ടോ, ഇതിൻ്റെ അകത്ത് ഈ ഒരു സാധനം അതിന് ഇങ്ങനെ പാമ്പ് ഇങ്ങനെ കൊത്തുന്ന പോലെ ഒരു സ്ട്രക്ചറാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇതിനെ സർപ്പഗന്ധി അല്ലെങ്കിൽ നാഗപുഷ്പം എന്നൊക്കെ പറയുന്നതെന്ന് അന്നൊരു കസിൻ എന്നോട് പറഞ്ഞു തന്നായിരുന്നു. നമ്മുടെ കർണാൽ ഇത് ബുക്കൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് പത്മനാഭൻ്റെ പേരുണ്ട്. വെൽക്കം ഡ്രിങ്ക് കഴിച്ചു, വെൽക്കം ഡ്രിങ്ക്. ആ ഒരു വ്യൂ ഒന്ന് കാണിച്ചു കൊടുത്തേ. നമ്മളിപ്പോൾ ജസ്റ്റ് എൻട്രൻസ് ഇങ്ങനെ കയറി വന്നിട്ടേ ഉള്ളൂ. പക്ഷേ ഇവിടുന്ന് തന്നെ അത്യാവശ്യം നല്ലൊരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യമുണ്ട്, പിന്നെ ഒരു കഫറ്റീരിയ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ തണുപ്പത്തൊക്കെ നല്ല ചായയൊക്കെ കുടിക്കാൻ വേണ്ടി പറ്റിയൊരു ആംബിയൻസ് അതിവിടെ നമുക്ക് കിട്ടും. ഞാൻ നോക്കുകയാണെങ്കിൽ നൈസാണ്. അപ്പോൾ നമ്മൾ നേരെ അകത്തോട്ട് നോക്കാം. നമുക്ക് ഇവിടെയല്ല, നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പോകാം. റോഡ് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ചെളിയൊക്കെ പിടിച്ച് മറിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഇടിമിന്നലേൽക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് ആരും മുകളിൽ അധിക നേരം നിൽക്കരുതുന്നുണ്ട്. കാരണം അത് തുറസായ സ്ഥലങ്ങളിലൊക്കെ ഇടിമിന്നലേൽക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇവിടെ മഴയുള്ള സമയത്ത് ആരും അങ്ങനെ വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഉണ്ടോ, ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. ഇവിടെ ഇത്രയും നേരം കാറ്റടിച്ച് നല്ല മഞ്ഞായിരുന്നു, ഭയങ്കര എന്തായിരുന്നു, ഭയങ്കര കോടയായിരുന്നു. പക്ഷെ ഇപ്പം അതില്ല. നോക്കിക്കേ, ഇവിടെ ഒന്നും ഒരു തുള്ളി മഞ്ഞില്ല. മഞ്ഞുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഒരു വൈബുള്ളൂ. ഇതേ മഞ്ഞിരുന്നു. ശരി, ദേവീക്ഷേത്രം ഉണ്ട് പാഞ്ചാലിമേടെ. അപ്പോൾ എനിക്ക് ഇതിപ്പം നല്ല ചൂട്, ഇങ്ങോട്ട് കയറിയപ്പോൾ നല്ല ചൂടുണ്ട്. അവിടെയാണെന്ന് തോന്നുന്നു വ്യൂ പോയിന്റ്. ഇതുവഴി നമ്മൾ കയറി പോകണം. പിന്നെ ഇവിടെ ഇങ്ങനെ കപ്പിൾസിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു ഇവിടെ എല്ലാം, അല്ല എനിക്ക് തോന്നുന്നു. ഓക്കെ, അവരെപ്പോഴും ശരി, ഞാൻ കപ്പിൾ മൂഡിലല്ല ഞാൻ ഇരിക്കുന്നത്, ഞാൻ തളർന്നിട്ടിരിക്കുന്നതാണ്. നടക്കാനുണ്ട്, ഒരു 10-200 മീറ്റർ മണ്ടലോട്ട് കയറി നടക്കാനുണ്ട്. ഇതുവഴി ഇങ്ങനെ കയറി പോകണം കേട്ടോ. അതാണ് കുരിശുമല. നമ്മളിതേ കയറി ഇങ്ങനെ ഒരു വ്യൂ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഒരു മിനിറ്റ് അങ്ങോട്ട് മേടിച്ച് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ 3 കുരിശ് കാണാം. 2 കുരിശവിടെ, ഒരു കുരിശിവിടെ. നല്ല കോമഡി അല്ലേ? ഒരു കൈവതം നാറ്റിക്കരുത്. കോടയൊക്കെ കണ്ടോ? അതെ, ആ ഒരു റോഡ് കണ്ടോ? ആ റോഡൊക്കെ ഒരു നൈസാണ്. നമുക്കിവിടെ ചെന്ന മൂന്നാർ ചെന്ന പോലെ ഒരു ഫീല്. പക്ഷെ മൂന്നാർ ഞാൻ കണ്ടിട്ടില്ല, അത് വേറെ കാര്യം. ഞാൻ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട്, അത് വെച്ചപ്പോൾ ഇങ്ങനെ അങ്ങ് പറഞ്ഞാണ്. പക്ഷെ ഒരു മൂന്നാറിൻ്റെ ഒക്കെ ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ. പാഞ്ചാലിമേട് കാണുന്ന ഒരാളെന്ന നിലയിൽ ഒരു കാര്യം മനസ്സിലായി, ഇവിടെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് തണുപ്പും ചൂടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയും നേരം ഇവിടെ തണുപ്പായിരുന്നു, കുറച്ചുകൂടെ താഴെ പോയാൽ മുന്നിയും കുത്തി കിടക്കും. സോ കയറുക. അപ്പോൾ ഇത്രയും നേരം ഇവിടെ തണുപ്പായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇവിടെ ചൂടായി. പക്ഷെ ഇപ്പോൾ ഇവിടെ തണുപ്പ് വരും, അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ വല്ലാത്തൊരു ചായ്സാണ്. നിങ്ങൾ ഫെമിനിസ്റ്റുകൾ ഒന്നും പറയുന്നുണ്ട് എൻ്റെ പൊന്നെ, ഇനി അത് മതി. ഞങ്ങളല്ല തന്നെ, ഞങ്ങൾ ഫാഷൻ ഗേൾസൊക്കെ പണ്ടേ. അവിടെ കണ്ടോ ഒരു നദി കണ്ടോ? ആ ഒഴുകുന്നേ ഈ നദിയൊക്കെ അറബിക്കടലിൽ ചെന്ന് ചേരുന്നു. അറിയാമോ? ഇത് നദിയൊന്നും അല്ല, ഇത് പോണ്ട്. കുറച്ച് സ്ഥലത്ത് മാത്രമേ കണ്ടുള്ളൂ. തടാകം എന്നൊക്കെ പറയാം. ഇവിടെ മറ്റേ സിപ്പ് ലൈൻ ഉണ്ട് കേട്ടോ. 350 രൂപയാണ് സിപ്പ് ലൈന് പാസ്. നമ്മുടെ ഈ പൈസ ഇല്ല, നമ്മൾ വൈബിങ് ചെയ്യാൻ വന്നാൽ, അല്ലാതെ ഇതും എക്സ്പ്ലോർ ചെയ്യാൻ വന്നാൽ, ജസ്റ്റ് എക്സ്പ്ലോർ അത്രേ ഉള്ളൂ. അങ്ങോട്ട് പോയി അത് വെച്ച് അതാണ് മഞ്ഞ് കാണുന്നുണ്ടോ? ഇങ്ങനെ കാണിക്കും. പക്ഷെ ഇതിന്റെ ടെക്നിക്ക് അറിയാം. ഇതെന്നാണ് വാ തുറന്ന് പറ. എനിക്കറിയത്തില്ല. ഇത് ഓക്കെ എന്ന് പറയുന്നത്.